Dear students, now we are moving on to first chapter of plus one mathematics, sets. First of all, we can define what is meant by sets. In our daily life, we come across different types of collections. Collection of numbers, letters, or something like that. A set is nothing but a collection of objects, but it is well defined. We can define a set like this. A set is a well-defined collection of distinct objects. Here, object can be anything like numbers or letters or symbols or persons like that. By well-defined, we mean that it must be possible to tell beyond doubt whether or not the given object belongs to the collection we are considering. That means we have a clear idea about the object in the collections. അതായത് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഏത് കൂട്ടത്തെയും നമുക്ക് സെറ്റ് എന്ന് പറയാം. പക്ഷേ അതിനകത്തുള്ള എലമെൻറ്റ്സ്, അതായത് ഒബ്ജക്റ്റിനെ കുറിച്ച്, അംഗങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ, ഏതൊക്കെ അംഗങ്ങളാണ് ആ കൂട്ടത്തിനകത്ത് കൃത്യമായി വരുന്നതെന്നുള്ള വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ അത്തരം കൂട്ടങ്ങളെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. The objects which constitute a set are called elements or members. അതായത് ഒരു കൂട്ടത്ത്, അതായത് ഒരു സെറ്റിനകത്തുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ മെമ്പേഴ്സ് ഓർ എലമെൻറ്റ്സ് എന്ന് പറയും. ദി കൺസെപ്റ്റ് ഓഫ് സെറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോർജ് കാൻഡർ, എ ജർമ്മൻ മാത്തമാറ്റീഷ്യൻ. ഇപ്പോൾ നമ്മൾ മോഡേൺ മാത്തമാറ്റിക്സിൻ്റെ ഫൗണ്ടേഷൻ തന്നെ സെറ്റ് തിയറിയാണ്. അതായത് നമ്മളിപ്പം മാത്തമാറ്റിക്സിൻ്റെ പല കൺസെപ്റ്റും പല കാലങ്ങളായി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെറ്റ് തിയറിയുടെ ബേസിലാണ്. അപ്പോൾ നമ്മളിനി ഹയർ മാത്തമാറ്റിക്സിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് തന്നെ സെറ്റ് തിയറിയെ പറയാം. സെറ്റ് തിയറി ആദ്യമായി ഫൗണ്ട് ചെയ്തത് ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ജോർജ് കാൻഡറാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് സെറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ നമ്മളിപ്പം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. എക്സാമ്പിൾസ് 1. ദി കളക്ഷൻ ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10. വി നോ ദാറ്റ് ഓഡ് നാച്ചുറൽ നമ്പർ മീൻസ് കൗണ്ടിങ് നമ്പർ. ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഈസ് 1, second one is 2, 3, etc. The counting numbers are called natural number. Odd number means the number 1, 3, 5, 7, 9, 11, etc. Here we have to write all odd numbers less than 10. Here the collection is all odd numbers less than 10. The collection of all odd numbers less than 10 means we have a clear idea about the elements or members in the set. The elements are 1, 3, 5, 7. If you write a collection of all odd numbers, it continues like this: 1, 3, 5, 7, 9, 11, 13, etc. അപ്പോൾ ഇത് നമുക്ക് സെറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് ഈ കളക്ഷനകത്തുള്ള എല്ലാ എലിമെൻസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. അപ്പോൾ ഇത് സെറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. Collection of all even natural number. Even natural numbers are 2, 4, 6, 8, 10, 12, 14, etc. So this is a well-defined collection, hence it is a set. Now we can take another example. All prime numbers less than 20. We know that a prime number is a number that has only two divisors, that number and 1. അതായത് ഒരു നമ്പർ പ്രൈം നമ്പർ ആവണമെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ 1 ആയിരിക്കണം. നമ്മൾ മലയാളത്തിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. ഓഡ് നമ്പറിന് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറയും, ഈവൻ നമ്പറിന് ഇരട്ട സംഖ്യകൾ എന്ന് പറയും, പ്രൈം നമ്പറിനെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. ദ ഫസ്റ്റ് പ്രൈം നമ്പർ ഈസ് 2. 2 ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, ദറ്റ് ഈസ് 1 and 2. ദ സെക്കൻഡ് പ്രൈം നമ്പർ ഈസ് 3. അപ്പോൾ വി ഹാവ് ടു റൈറ്റ് ഓൾ ദ പ്രൈം നമ്പേഴ്സ് less than 20. The first element is 2, 3, 5, 7. 9 is not a prime number because it has 3 factors, 1, 3 and 9. Therefore, we cannot take 9. Then the next prime number is 11, then 13, then 15 is not there, then 17, then 19. Therefore, these are the elements in the collection. Therefore, it is well defined, hence it is a set.
Now we can take another example. The solution of the equation x square minus 5x plus 6 equal to 0. Here's the equation x square minus 5x plus 6 equal to 0. It is a quadratic equation. We have to find the value of x. That means the set containing set of all x satisfying this relation. Therefore, we can solve this. We know how to solve a quadratic equation. If ax square plus bx plus c is equal to 0 is a quadratic equation, the solution x is equal to minus b plus or minus root of b square minus 4ac divided by 2a. Therefore, here minus b is 5. 5 plus or minus root of 5 square minus 4 into 1 into 6 divided by 2. That is 5 plus or minus 5 square is 25. 25 minus 24. That is equal to 25 minus 24 is 1. Root of 1, that is 1. Therefore, 5 plus or minus 1 by 2. Therefore, 5 plus 1 is 6. 6 by 2 is 3. Or 5 minus 1 is 4. 4 by 2 is 2. Therefore, the value of x is 3 and 2. Therefore, here is a collection of two elements, that is 3 and 2. അപ്പോൾ ഈ സെറ്റിനകത്തുള്ള രണ്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3ഉം 3ഉം 2 ആണ്. അതായത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ആണ് നമ്മുടെ വെൽ ഡിഫൈൻഡ് കളക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 3ഉം 2 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസൊക്കെ നമ്പർ സെറ്റായിരുന്നു. ഇനി സെറ്റ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് തന്നെ ആവണമെന്നില്ല, ലെറ്റേഴ്സ് ആവാം, സിമ്പിൾസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ദ കളക്ഷൻ ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എല്ലാ ലെറ്റേഴ്സിൻ്റെയും കളക്ഷനാണ് നമ്മളിവിടെ സെറ്റായിട്ട് എടുക്കുന്നത്. ദ എലമെൻറ്റ്സ് ആർ A, B, C, D, E, F, G, H, I, J, K up to Z. There are 26 elements are there. 26 objects are there. It is a well-defined collection. Therefore, it is an example for a set. Now, another example. The collection of all basic arithmetic symbols. You know, the basic arithmetic symbols are plus, minus, into, and division. That is addition, subtraction, multiplication, division. Here is a set having 4 symbols. It is another example of set. Collection of all vowels in English alphabet. English alphabet is vowels in the collection. We know that there are 5 vowels in English alphabet. That is A, E, I, O, U. It is another example for set. അപ്പോൾ നമുക്കൊരു കളക്ഷനെ കുറിച്ച് പറയുമ്പോൾ ആ കളക്ഷനകത്തുള്ള ഒബ്ജക്റ്റ്, അതായത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്താണെന്നുള്ള വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ കളക്ഷനെ നമുക്ക് സെറ്റായിട്ട് എടുക്കാം. കളക്ഷൻ ഓഫ് ഓൾ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള. വി നോ ദാറ്റ് ഇൻ കേരള ദർ ആർ 14 districts up to from Kasaragod to Tiruvandhuram. Therefore, there are 14 elements in this collection. That is Kasaragod, Kannur, Wayanad, Kozhikode, Malappuram, Palakkad, Thrissur, Ernakulam, Idukki, Kottayam, Alappuzha, Pathanamthitta, Kollam, Tiruvandhuram. There are 14 elements, 14 objects in this set. It is an example for set. അപ്പോൾ നമ്മളൊരു കളക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തുള്ള എലമെൻറ്റ്സ് ഏതാണുള്ള വ്യക്തമായ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെറ്റായിട്ട് എടുക്കാം. Now, there are some collection which are not sets. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു if a collection is well defined, then it is called a set. But there are some collections that are not well defined. അപ്പോൾ നമ്മൾ ഇനി സെറ്റ് അല്ലാത്ത കളക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. The first example is collection of 2 most dangerous animals in the world. ഇവിടെ നമ്മൾ മോസ്റ്റ് ഡേഞ്ചറസ് എന്നുള്ളതാണ് 2 most dangerous animals in the world. ഈ കളക്ഷനകത്തുള്ള മെമ്പേഴ്സ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു കുട്ടിയോട് റൈറ്റ് ദി 2 collection of 2 most dangerous animals in the world എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ആൻസർ ലയണും ടൈഗറും ആയിരുന്നു. അപ്പോൾ ആ സെറ്റിനകത്ത്, ആ കളക്ഷനകത്ത് 2 എലമെൻറ്റ്സ് ആണുള്ളത്. There are 2 elements, lion and tiger. That is, there are 2 elements, lion and tiger. I am giving the same collection to another student. His answer is cat and giraffe. There are 2 elements. It's a collection of 2 elements, cat and giraffe. Here we can see that the elements are different. That means, ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല ആൾക്കാരോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാലും ഓരോ ആൾക്കാരും പറയുന്ന ആൻസറും ഡിഫറെൻ്റ് ആയിട്ട് വരും.
അതുകൊണ്ട് നമുക്ക് ഈ കളക്ഷനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളോടിപ്പോൾ ഫസ്റ്റ് 2 നാച്ചുറൽ നമ്പർ എഴുതാൻ പറഞ്ഞാൽ എല്ലാ കുട്ടികളും 1, 2 എന്ന് മാത്രമേ എഴുതൂ. പക്ഷേ ഇവിടെ 2 മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡേഞ്ചറായിട്ട് തോന്നുന്നത് ഏതാണോ അതായിരിക്കും അവർ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വെൽ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ടാണ് ഈ കളക്ഷൻ സെറ്റല്ലാത്തതായിട്ട് വരുന്നത്. Now we can take another example. Collection of 3 best cricketers in the world. അതായത് വേൾഡിലുള്ള 3 ബെസ്റ്റ് ക്രിക്കറ്റേഴ്സിൻ്റെ കളക്ഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു കഴിയുമ്പോൾ അവിടെ 3 ആൻസറാണ് 3 പേരുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. AB de Villiers, ക്രിസ് ഗെയിൽ ആൻഡ് വിരാട് കോഹ്ലി. സെക്കൻഡ് സ്റ്റുഡൻറ്റ് റൈറ്റ് സ്റ്റീവൻ സ്മിത്ത്, സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് രോഹിത് ശർമ്മ. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ ആൻസർ ഇതാണ്. ഇനിയിപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതുന്നത് സച്ചിൻ, രോഹിത് ആൻഡ് വാർണർ. അപ്പോൾ ഈ 2 എലമെൻറ്റ്സ് സെയിം ആണ്, 3rd എലമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ എലമെൻറ്റ്സ് ഏതാണെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സെറ്റല്ല. അപ്പോൾ ഒരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമേ സെറ്റ് ആവുകയുള്ളൂ. അതായത് അതിനകത്തുള്ള എലമെൻറ്റ്സിനെ വ്യക്തമായിട്ട് നമുക്ക് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്കതിനെ സെറ്റായിട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് സെറ്റ് അല്ലാത്ത ഒരു കളക്ഷന് എക്സാമ്പിളാണ്. Now we can take some more example for collection that are not sets. Collection of most handsome boy in our school. നമ്മുടെ സ്കൂളിലെ മോസ്റ്റ് ഹാൻസം ബോയിനെ കളക്ട് ചെയ്യണം. അപ്പോൾ ഒരാളുടെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഓരോ ആൻസർ ആയിരിക്കും എഴുതുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്, ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. കളക്ഷൻ ഓഫ് 5 natural number less than 10. We know that there are 9 natural numbers less than 10. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ നമ്മൾ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെറ്റ് ആയിരിക്കും. കാരണം എലമെൻറ്റ്സ് ആർ 1, 2, 3, 4, 5, 6, 8, 9. ബട്ട് ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് കളക്ഷൻ ഓഫ് എനി 5 നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അപ്പോൾ ഒരാൾ 1, 2, 3, 4, 5 എഴുതാം, മറ്റൊരാൾ 1, 2, 3, 4, 5 പകരം 6 എഴുതാം. അപ്പോൾ എലമെൻറ്റ്സ് ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ അത് സെറ്റായിരിക്കും. കളക്ഷൻ ഓഫ് 5 നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ ആ 5 മെമ്പർ ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട്, അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ട് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കതിനെ സെറ്റായിട്ട് എടുക്കാത്തത്. വി ക്യാൻ ടേക്ക് അനദർ എക്സാമ്പിൾ. കളക്ഷൻ ഓഫ് ബെസ്റ്റ് നോവൽ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ബെസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ വെൽ ഡിഫൈൻഡ് അല്ലാത്തത്. ഓരോരാൾക്കും ബെസ്റ്റ് എന്നുള്ളത് ഓരോന്നായിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് ഈസി ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. In the first chapter we have several questions. Among this we have to select an easy questions. Easy question എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് വേറൊരാൾക്ക് ഈസി ആവണം എന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അപ്പോൾ ഇവിടെ ഈസി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ല. ദർഫോർ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അപ്പോൾ നമ്മൾ ഒരു സെറ്റിനകത്തുള്ള എലമെൻറ്റ്സിനെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കളക്ഷനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ്, then only we can say that the collection is a set. അപ്പോൾ നമുക്ക് സെറ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. Now we are going to next topic. Sets are usually denoted by capital letters in English alphabet. In order to name a set, we are usually using capital letters in English alphabet. അപ്പോൾ നമ്മളൊരു സെറ്റിന് പേര് കൊടുക്കാൻ വേണ്ടി സാധാരണയായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് എഴുതാറുള്ളത്. We can take an example. We know that the set of collection of all vowels in English alphabet. The elements are A, E, I, O, U. If you want to name this set, first of all we have to write the capital V. Capital V is vowels നെ denote ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ capital V എന്ന് പറയുന്ന ഒരു ലെറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. Is equal to, we are writing all the elements in a curly bracket. That we have to study later. Anyway, this set of all collection of all vowels in English alphabet is denoted by, that means set of all vowels in English alphabet is denoted by the capital letter V. അപ്പോൾ സെറ്റിന് സാധാരണയായിട്ട് പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിരിക്കും. നെക്സ്റ്റ് തിങ് യു ഹാവ് ടു നോട്ടീസ്, ദി എലമെൻറ്റ്സ് ഇൻ ഓഫ് എ സെറ്റ് ആർ യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് ഒരു സെറ്റിനകത്തുള്ള എലമെൻറ്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി
നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റേഴ്സാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സെറ്റിനകത്തുള്ള എലമെൻസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുന്നു. അത് നിർബന്ധമൊന്നുമില്ല, ചിലപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റാണ്. അപ്പോൾ നമ്മൾ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്താണെന്നുള്ള ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞു. സെറ്റിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ സെറ്റ് അല്ലാത്ത കളക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞു. സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് യൂസ് ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. എലമെൻറ്റ്സ് ഇൻ സെറ്റ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. Now, here is a notation. If small a is an element of set A, that means small a is a member of set A, then we write A, then there is a symbol like this. It is a Greek alphabet epsilon. Read as A element of A. That means if A is an element of set A, then we write A element of A. This is a symbolic representation of A element of A. Read as A belongs to A. We read as A belongs to A or A is in A. അതായത് നമ്മൾ എ എലമെൻ്റ് ഓഫ് എ എന്നുള്ളതിനെ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് വായിക്കേണ്ടത് എ ബിലോങ്സ് ടു എ ആയിരിക്കും, അല്ലെങ്കിൽ എ ഈസ് ഇൻ എ എന്നും പറയാം. അപ്പോൾ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എയിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ എഴുതും. ഇഫ് ബി ഈസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് സെറ്റ് എ, then we write B not belongs to A. If B is not an element of set A, then we write B not belongs to A. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോട്ട് ബിലോങ്സ് ടു എ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്സിലോൺ എഴുതിയിട്ട് അതിന് ക്രോസ് ആയിട്ട് നമ്മളൊരു വര വരക്കും. അപ്പോൾ ഇത് ബി ഈസ് നോട്ട് ഇൻ എ എന്നുള്ളതിൻ്റെ നൊട്ടേഷനാണ്. റീഡ് ആസ് ബി ഈസ് നോട്ട് ബിലോങ്സ് ടു എ ഓർ ബി ഈസ് നോട്ട് ഇൻ എ. We can take an example. Consider all vowels in English alphabet. We are denoting the set as V equal to A, E, I, O, U. Here the members of the sets are, elements of the sets are A, E, I, O, U. Here we can write A element of V, B not element of V, and C is not element of V. ആൻഡ് ഇ ഈസ് ആൻ എലമെൻ്റ് ഓഫ് വി. അപ്പം ഒരു എലമെൻ്റ്, അതായത് ഒരു മെമ്പർ സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതും, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതും. വി നൊട്ടേഷൻ കൂടി നിങ്ങൾ ഓർമ്മിക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ സെറ്റ് എന്താണെന്ന് പറഞ്ഞു, സെറ്റിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കൂടാതെ കളക്ഷൻസ് സെറ്റ് അല്ലാത്ത കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. കൂടാതെ എലമെൻ്റ് ഓഫ് എന്താണ്, നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എന്താണ്, അതിൻ്റെ നൊട്ടേഷൻ എന്താണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിൽ ഒരു 9 കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കളക്ഷൻസിൽ ഏതൊക്കെയാണ് സെറ്റ്, ഏതൊക്കെയാണ് സെറ്റ് അല്ലാത്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സെറ്റ് അല്ലെങ്കിൽ അതിന് റീസൺ എന്തായിരിക്കും, ദാറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത് ഓഫ് എ ഇയർ begin with the letter J. First element is January, then the second element is June, and the third element is July. It is well defined, therefore it is a set. Similarly, you have to answer all these questions. Also, here a set A is given, that is 1, 2, 3, 4, 5, 6. We have to insert the symbol element of, not all element of here. Here are some spaces. We have to fill the spaces with these 2 symbols. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ.